റീസെൻ്റ് ആയിട്ട് അടുപ്പിച്ച് 2-3 ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. 2 ചക്ക കിട്ടിയത് നമ്മളുടെ ഒരു വ്യൂവറായ ഒരു ഡോക്ടർ നമ്മളുടെ വീഡിയോ കണ്ട് നിസാറിക്കാക്ക് ചക്ക ഇഷ്ടം എന്ന് അറിഞ്ഞ് ഞങ്ങളെ യാദൃശ്യമായിട്ട് കാണാനിടയായി. അപ്പോഴേക്ക് പിന്നെ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു തന്നതാണ് അല്ലേ. ഭയങ്കര സന്തോഷമാണ് കേട്ടാ. ചക്ക കിട്ടിയോണ്ടെന്നുള്ളതല്ല, പിന്നെ ഇതിൻ്റെ ഇടയിൽ അതൊക്കെ കുട്ടി ചക്കയായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ചക്ക ഇതിനിടയിൽ മുറിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ ഞാൻ പള്ളിയിൽ കൊടുത്തു. അൻസാറിക്ക പള്ളിയിൽ കൊണ്ടുപോയി. പിന്നെ അതുകൊണ്ട് പിന്നെ അത് കാണിച്ചില്ല. പിന്നെ അൻസാറിക്കയെ ഹെൽപ്പ് ചെയ്യാൻ വളരെ മനസ്സോട് കൂടിയിട്ട് ഒരാൾ ഇങ്ങനെയല്ല സമയം എപ്പോഴും കാണും. ഞാൻ എന്റെ കാലശേഷം ചക്ക പരിപാലിക്കാൻ ആള് വേണോ ട്രെയിനിങ് കണ്ട ട്രെയിനിങ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒട്ടും മടിയില്ലാതെ മോള് കാര്യങ്ങൾ ചെയ്തോളൂ. എന്റെ ഡൗട്ടാക്കോ. വേറെ കാര്യമുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അവക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അവക്ക് ഇഷ്ടം സനമോളും ഇച്ചിരിയൊക്കെ കഴിക്കും കേട്ടാ. പിന്നെ നമ്മളെ സനമോള് ഇപ്പൊ വീഡിയോയിലൊന്നും വരുന്നില്ലല്ലോ, ഷോർട്ടിലൊന്നും സനമോളില്ലല്ലോ. അപ്പൊ ആരും ചോദിച്ചില്ലല്ലോ സനമോൾ എന്തേ വീഡിയോയിൽ ഇല്ലാത്തതെന്ന്. എന്താണ് സനമോക്ക് 2 ദിവസമായിട്ട് പനി പിടിച്ചു പാവത്തിന് കേട്ടാ. ഒന്നാമതൊന്നും കഴിക്കൂല, ഒരു വസ്തു ആ മോള് കഴിക്കത്തില്ല കേട്ടാ. നമ്മളിനി എങ്ങനെയൊക്കെ കൊടുത്താലും വാ തുറക്കണ്ടേ. വാ തുറന്നാലല്ലേ വല്ലതും പോകത്തുള്ളൂ. അതിന്റെ കൂട്ടത്തില് ഇതിന് ഇച്ചിരി അരക്കുണ്ടല്ലേ. ഈ ചക്കയ്ക്ക് അരക്കുണ്ട്. അപ്പൊ നല്ലതാണെന്ന് ഞാൻ എന്റെ അഭിപ്രായം ഇപ്പൊ പറയാം കേട്ടാ. മോളെ ഇതിന്നൊരു ചക്കയും കേട്ടോളെ. കാണാനൊക്കെ നല്ല ക്യൂട്ട്. ചവണിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കണ്ട. ഞാൻ പറഞ്ഞില്ല അരക്കുണ്ടെന്ന്. നല്ല മധുരം കേട്ടോ. നിസാർക്ക് ഇതുപോലെ ചക്ക മുറിക്കുമ്പോ എന്റെ മൈൻഡിൽ പോണ തോന്നാ എന്ത് വിഭവം ഉണ്ടാക്കാം. നമ്മള് കിടന്ന് കഷ്ടപ്പെടുന്നു. ഇവര് തമ്മിലാണ് ഇതില് ഭയങ്കര കോംബോ കേട്ടാ. ഫാബി നിസാർക്ക. തിന്നമ്മളെ. ഓ ഞാൻ ഒരു ചെറിയ പീസ് ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള ചക്കയാ. ചക്കയുടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചക്ക ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ചവണിയും ഈ മടലും എന്ത് ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. വേസ്റ്റ് വലിയ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ വേസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇന്ന് വേസ്റ്റ് കൂടിപ്പോയിരുന്നു. ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ ആള് വരുവേ ഗവൺമെന്റിൻ്റെത്. പക്ഷെ ഗവൺമെന്റ് സംവിധാനം എനിക്കങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല കേട്ടാ. അവര് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ആദ്യം മറ്റേ ബയോഗ്യാസ് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ ആദ്യം പൈപ്പ് അല്ലേ, പൈപ്പ് കൊണ്ടുവച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ബയോഗ്യാസ് ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബക്കറ്റായി. ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളുള്ളവർക്കൊക്കെ ചെടിയുടെ മൂട്ടിലോ അവിടെ ഇവിടെയൊക്കെ ഇടാം. നമ്മളെപ്പോലെ കഴിയുന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേസ്റ്റ് അവർ ശരിയായ രീതിയിൽ കോർപ്പറേഷൻ വന്ന് എടുത്തിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇത് അവരെടുക്കത്തുമില്ല. ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അല്ലേ അവർക്ക് പെനാൽറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പശുവോട്ട് തിന്നത്തുമില്ല, തീറ്റിക്കത്തും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. ഓർഗനൈസിങ് അല്ല, ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇന്നലെ ഞായറാഴ്ച എല്ലാരും വീട്ടിലുണ്ടാവുന്ന ദിവസം 9 മണിക്ക് കറണ്ട് പോയി. 9:03 നമുക്ക് മെസ്സേജ് വന്ന് 9 മുതൽ 11:45 വരെ കറണ്ട് പോകുന്നു. എപ്പോഴാണ് അറിയിച്ചത്? അന്ന് രാവിലെ കട്ട് ചെയ്തിട്ടാണ് അറിയിച്ചതും. ഞായറാഴ്ച എല്ലാരും വീട്ടിലുണ്ട്, വാഷ് ചെയ്യാനുണ്ട്, പല പല ജോലികൾ. നമ്മൾക്ക് ശരി, നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരായിട്ട് നമുക്ക് വേറെ ഇല്ല. പക്ഷെ ഈ ജോലിയൊക്കെ ഉള്ളവരാകുമ്പോൾ അവരെന്തൊക്കെ പ്ലാനിങ് ആയിരിക്കും. തുണി നനയ്ക്കാനുണ്ടാവും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാവും. പറഞ്ഞ കാരണം എന്താ പറയാ, മരം മുറിക്കുന്നത് കൊണ്ട് നമ്മുടെ റൂട്ടിലൊന്നും മരം മുറിച്ചിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മുറിക്കുന്നതിന് പകരം ഈ നമ്മളെ ഏരിയ കംപ്ലീറ്റ് ഇതാക്കി. ഇതൊക്കെയാണ് സിസ്റ്റം. ഇതൊന്നും ചോദിക്കാനും പറയാനും, ചോദിക്കുന്നതിന്റെ കറണ്ട് ചിലപ്പം പോയിരിക്കും. അതാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ചോദിക്കുന്നതിന്റെ കറണ്ട് പോകും, ചോദിക്കുന്നതിന്റെ ഇപ്പൊ യൂട്യൂബ് ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബ് പൂട്ടിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ പരിപാടി. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ല. ജനങ്ങളെ സമയമാകുമ്പോൾ
നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ജനങ്ങളെ വശീകരിക്കാന്നുള്ള ധാരണയാണ്. ഇതൊക്കെയാണ് പുറം രാജ്യങ്ങളിലൊക്കെ കണ്ടു പഠിക്കേണ്ട നല്ല കാര്യങ്ങൾ അല്ലേ? നേരത്തെ അറിയിക്കും. ഇതുപോലെ ഞായറാഴ്ച ഒന്നും ഒരിക്കലും കോർക്കട്ടും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എമർജൻസി ഓക്കെ, അല്ലാതെ ഞായറാഴ്ച അവരുടെ സൗകര്യാർത്ഥം. എന്നിട്ട് കറണ്ട് വരാണ്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ എന്തെന്നറിയാവോ, അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ എന്തു പറയാൻ നാട്ടിലെ ജീവിതം. അബി, ഇതാര് കണ്ടുപിടിച്ചാലും കൊള്ളാം. നല്ല ഈസി. ഞാനന്ന് മുമ്പൊക്കെ എന്ത് പാടുപെട്ടാണെന്നറിയാം ഞാൻ ഇതിന്റെ കറ കളയുന്നത്. എളുപ്പമായി. പക്ഷെ ഇതിന്റെ മൂർച്ച പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ തൊണ്ട നോക്കിയേ, എന്നിട്ട് എത്ര പിടിച്ചാലും ആവാത്തത് എന്ത് എളുപ്പമായെന്ന് നോക്കിയാണേ. അതാണ് ഇതിന്റെ ഗുണം. ആര് കണ്ടുപിടിച്ചാലും കൊള്ളാം. ഞാൻ ഇന്ന് 2 ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഇൻഡസ് വാലിയുടേതാണ്. അപ്പൊ ഞാൻ ഇതിനു മുൻപും ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട, ഇതൊരു സോസ് പാൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു 2 ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് കേട്ടോ. അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. സാധാരണ ഇതുപോലെ അൺബോക്സിങ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ സുൽത്താനാണ്. ഇപ്പൊ സുൽത്താൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പം ഞാൻ തന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെത് തന്നെയാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അടിക്ക് പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. അതായത് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സോസ് പാൻ വിത്ത് ലിഡാണ് കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കുന്ന സല്യൂട്ട് 12 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അതാ കണ്ട, ഇതിന് രണ്ടിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഇത് നല്ല ചുവട് കട്ടിയുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിക്ക് പിടിക്കോ ഒന്നും ചെയ്യത്തില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാനാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോ അടുത്ത് ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഈ 2 ലിറ്ററിന്റെ ആയതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടാണ്. ഇപ്പൊ നമ്മൾക്ക് ചെറിയ ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വലിയ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് കണ്ട, ഇതിന്റെ ആ ഒരു റബ്ബർ ഗ്യാസ്കറ്റും അതുപോലെ തന്നെ വിസിലിന്റെ കളർ കണ്ടോ, ഗ്രീൻ. ശരിക്കും അതൊരു ഡിഫറെന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് കടല വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമ്മളുടെ ഇപ്പോൾ വന്ന ഈ പ്രഷർ കുക്കറിലാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കഴുകിയ കടല ഇട്ട ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിൻ്റെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച ശേഷം പ്രഷർ കുക്കർ മൂടിയിട്ട് ഒരു 3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ കടല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വെറും 3 വിസിലിൽ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം അത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ കടലക്കറിക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം പൊട്ടിച്ച ശേഷം 2 അത്യാവശ്യം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഈ സവാളയെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനിപ്പം വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ശരിക്കും പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണേ. പിന്നെ ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കറികൾ ഇപ്പോൾ കടല തന്നെ പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാമല്ലോ. ഒരുപാട് കടലക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരോ പ്രാവശ്യം പലതരത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഇപ്പം ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയ പേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇട്ടാൽ മതി. ആ ചൂടിൽ തന്നെ അത് മെൽറ്റായി വന്നോളും കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുൻപും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായതുകൊണ്ടാണ് ഞാനിത് പറയണത് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതാ നമ്മളുടെ കടല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇതാ നമ്മളുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരുന്ന ഈ ഒരു പരുവമാണ് കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും
പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ കസൂരി മേത്തി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കും കേട്ടോ. അതും കൂടി ഇടുമ്പോഴാണ് ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവണത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാം മസാലയൊക്കെ ആ സവാളയും തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അത് തണുക്കുന്ന നേരം നമുക്ക് ഞാനിവിടെ ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദ മാവും 1/4 കപ്പ് റവ ഉണ്ടല്ലോ, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടൂരയുടെയും ഒരുപാട് റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുള്ളതാണ്. അതും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് പുളിപ്പുള്ള തൈര് നമ്മൾ ഇതിനായിട്ട് എടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിനിയിപ്പം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കണ മാവിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഒരുപാട് അങ്ങ് ടൈറ്റും ആകരുത്, എന്നാലും ഒരുപാട് ലൂസും ആകരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനുള്ളത്. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറഞ്ഞത് നമ്മളൊരു അരമണിക്കൂർ വെക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. റെസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ലതുപോലെ പൊങ്ങിയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അത് അടച്ച് മാറ്റി വെക്കണം. അപ്പം നമ്മളുടെ മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തണുക്കാൻ വെച്ചിട്ടല്ലേ പോയത്. അപ്പം ഇനിയിപ്പം ഇത് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓരോ കറികൾക്കും ഓരോ രീതിക്ക് ഉണ്ടാക്കുമ്പം ഓരോരോ ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പം വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ പല രീതിയിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതുപോലെ മസാലയൊക്കെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരും. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, വെറൈറ്റി ആയിട്ടുള്ള കറികളാണോ ഇഷ്ടം? ചിലർക്ക് എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ കഴിക്കാനായിരിക്കാം ഇഷ്ടം അല്ലേ. പിന്നെ നമ്മളിങ്ങനെ ഈ കുക്കിംഗ് ചാനലൊക്കെ ഉള്ളത് കൊണ്ടാണ് പലതരത്തിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഓരോന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് റെഡിയായത് നമ്മൾ ഈ വഴറ്റി അതേ പാൻ കഴുകൊന്നും വേണ്ട, ആ പാനിലേക്ക് തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടല വേവിച്ച ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഏത് തരം ജോലി ചെയ്താലും നമ്മൾ ആസ്വദിച്ച് എന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കുമേ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എനർജി കിട്ടുന്ന ടൈം ഏതാണെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെയാണോ? അതിനൊട്ടും സംശയമില്ല. അപ്പം എപ്പോഴും താമസിച്ച് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഫ്രീ ടൈം ഒരുപാട് കിട്ടും കേട്ടോ. അപ്പോൾ കടല കണ്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല ചൂട് കേട്ടോ, കുക്കർ തുറന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ കടലയും ആ വെള്ളം, അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിലിട്ടില്ലല്ലോ, അപ്പം ഞാൻ ഉപ്പും കൂടി പാകത്തിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനാണ് ഉപ്പ്, എരിവ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കടലയും ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമേ. നമ്മൾ വീട്ടമ്മമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. ഒട്ടുമുക്കാൽ പേരുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളുടെ കറി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അടിപൊളി നല്ല മണം വരുന്നുണ്ട്. കസൂരി മെത്തിയൊക്കെ ഇട്ടതുകൊണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട് താളിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം നമ്മൾക്കും കൂടി ജീവിക്കാൻ നോക്കുക. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് മാത്രമല്ലല്ലോ ഇതൊക്കെ ഉണ്ടാവണത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഇതിനോടൊപ്പം തന്നെ നടത്താനും നോക്കുക. ഞാൻ എപ്പോഴും പറയില്ലേ, ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കുറേ തത്വമൊക്കെ പറഞ്ഞിരിക്കും, അതാ തത്വം പറയണൊരു തത്വം പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ജീവിക്കാൻ നോക്കുക, ഉള്ള സമയം സന്തോഷമായിട്ടൊക്കെ ജീവിക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഞാനത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടില്ലേ,
അപ്പോൾ അതൊന്ന് ഉരുട്ടി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഭട്ടൂരയ്ക്കൊക്കെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തി എടുക്കരുത്. കുറച്ച് ലേശം ഒരു 1/4 ഇഞ്ചിൽ താഴെയുള്ള ഒരു കനം വേണം, എങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. ഇപ്പം ഈ റീസെൻ്റായിട്ട് ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ പോയേ, ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് അവിടെ പോയിട്ട് ഭട്ടൂര കഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ റബ്ബർ തോറ്റു പോകുമായിരുന്നു അത് കഴിച്ചപ്പോഴേക്ക്. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതുവരെ നല്ല റെസ്റ്റോറൻ്റൊക്കെ തന്നെയായിരുന്നു, നല്ല ഫുഡായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ചെന്നപ്പം എല്ലാം ഫ്ലോപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിസാറിക്ക് അടുത്ത് പറഞ്ഞു, നിസാറിക്ക് പൊറോട്ട വെച്ചാൽ വീറ്റ് പൊറോട്ട തന്നെ വാങ്ങിച്ചത്. പൊറോട്ട ഇഷ്ടമില്ലാതിരുന്ന നിസാറിക്കാണ് വീറ്റ് പൊറോട്ട വാങ്ങിച്ചത്. ഞങ്ങൾ ഭട്ടൂരയാണ് വാങ്ങിച്ചത്. അപ്പം നിസാറിക്ക് പറഞ്ഞു വീട്ടിലുണ്ടാക്കി തിന്നേണ്ട ആ രുചി കിട്ടുമോ ഇതിനൊക്കെ. അപ്പം ശരിയാണ് നിസാറിക്ക് പറഞ്ഞത്. നമ്മൾ വീട്ടിൽ എത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കണതും എത്ര രുചികരമായിട്ടാണ് കഴിക്കണത്. പിന്നെ വല്ലപ്പോഴും, എപ്പോഴും അല്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ നിസാറിക്ക് ഇതിനെതിരുള്ള ആളാണ് കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം നിസാറിക്കയുടെ ഇഷ്ടമായിരിക്കില്ല, ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുന്നത്, എൻ്റെ ഇഷ്ടം. നിസാറിക്കയുടെ ഇഷ്ടത്തിനൊത്ത് ഞാൻ പ്രവർത്തിക്കും, പിന്നെ എൻ്റെ ഇഷ്ടത്തിനൊത്ത് നിസാറിക്ക പ്രവർത്തിക്കും. അപ്പം അതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളൊന്നും ഇല്ലാതെ കുടുംബം സുന്ദരവും മനോഹരവുമായി മുന്നോട്ടേക്ക് പോവാം. പിന്നെ തെറ്റും ശരിയും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പറയും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം അത് തെറ്റാണെങ്കിൽ നിസാറിക്ക അത് തീർച്ചയായിട്ടും പറയും. അതുപോലെ നിസാറിക്ക ചെയ്യുന്നതിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാനും പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു കുടുംബം ആവുമ്പം സന്തോഷമായിട്ടൊക്കെ പോകണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നല്ല സുന്ദരമാക്കാം കുടുംബത്തിനെ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി ഭട്ടൂരയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പം ഇനി നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗ് ആയിട്ടൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് പുതിയ റെസിപ്പി പ്രതീക്ഷിക്കണമെങ്കിൽ ഇന്ന റെസിപ്പി വേണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇനി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.